കോൺവെൻറ്റിൻ്റെ ഇരുണ്ടു തുടങ്ങുന്ന ആവൃത്തിക്കുള്ളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിച്ച് കൊലപാതകിയായ ഒരു മനുഷ്യൻ്റെ നശിഞ്ഞു പോകാമായിരുന്ന ആത്മാവിനെ തിരികെ പിടിച്ച കൊച്ചുത്രേസ്യ പുണ്യവതിയെ ഓർക്കണം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട്, കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ കമിഴ്ന്നു കിടന്നുള്ള പ്രാർത്ഥന കൊണ്ട് തൻ്റെ മകളെ ഇങ്ങനെ പിശാചു ബാധയിൽ നിന്ന് തിരികെ എടുത്ത കഥാപാത്രങ്ങൾ നിങ്ങൾ സുവിശേഷത്തിൽ കാണും. തൻ്റെ കുഞ്ഞുമകളുടെ ജീവൻ തിരിച്ചെടുത്തവരെ കാണും. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ എത്ര മാത്രം ഫലപ്രദമായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നശിച്ചു പോകുന്നവരെ വിട്ടുകളയാനായിട്ട് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങേയറ്റം പോകാനായി എല്ലാ കാര്യങ്ങളും ചെയ്ത് മനസ്സ് മടുത്തിരിക്കുന്ന നേരത്താണ് നമ്മൾ അവസാനം ചെന്ന് കർത്താവിനോട് ഇങ്ങനെ ഉള്ളുനീര് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ഇത്രയൊക്കെ ചെയ്തതാണ്, തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തതാണ്, ഒരുപാട് തവണ ഞങ്ങൾ ചാൻസ് കൊടുത്തതാണ്, ഇനി ഒന്നും ചെയ്യാൻ വിട്ടേക്ക്. അവരെ തിരിച്ചു കിട്ടില്ല എന്ന് മാത്രം വിചാരിക്കാതിരിക്കുക. എന്നിട്ട് ഈ പ്രാർത്ഥന മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ പരിശ്രമങ്ങൾ അവസാനിക്കുന്നിടത്ത്, അവൻ്റെ പ്രത്യാശ തീരുന്നിടത്ത് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമെന്നുള്ളത് നമ്മുടെയൊക്കെ അനുഭവമല്ലേ? നിങ്ങളാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധ മാതാവിനോട് കർത്താവിൻ്റെ മാലാഖ പറയുന്ന കാര്യമാണ്, എല്ലാം സാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മൾ എത്ര തവണ കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ചില മക്കളിപ്പോൾ കുടുംബത്തിൻ്റെ നെടുംതൂണായിട്ട് ജീവിക്കുന്നത് കണ്ണീരുണങ്ങാത്ത രീതിയിലുള്ള അവൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. സാത്താന്റെ മൂത്രം കുടിച്ചിങ്ങനെ അവന്റെ അടിമയായി തീർന്നു പോയിരുന്ന ചില മനുഷ്യരുടെ ജീവിതങ്ങള് ഇപ്പോൾ അൾത്താരയുടെ അടുത്ത് നിന്ന് മാറാത്ത വിധത്തില് വിശുദ്ധിയിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ പ്രിയപ്പെട്ടവരുടെ രാത്രികാലങ്ങളിലുള്ള ഉറക്കം നഷ്ടപ്പെടുത്തിയുള്ള പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഫലത്തിൽ. ഒന്ന് തിരിച്ചു പിടിച്ചു തുടങ്ങണമെന്നേ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല.